ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിനൂസ് വേൾഡ്. അങ്ങനെ നമ്മൾ ആഫ്രിക്കയിലെ തൻസാനിയയിൽ സെക്കൻഡ് ഡേ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പോണത് ഇവിടുത്തെ തെരങ്കരി നാഷണൽ പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ 6:30 മണിയാകുമ്പോഴേക്കും എല്ലാവരും റെഡി ആയിട്ട് താഴെ എത്തിയിട്ടുണ്ട്. അന്നും നമുക്ക് പോകാനുള്ള വണ്ടികളൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് എടുക്കുന്ന തിരക്കിലുമാണ്, വണ്ടിയിൽ കയറാനുള്ള തിരക്കിലാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലഗേജുകൾ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകണം. ഇനിയിപ്പോൾ നമ്മൾ ഇവിടേക്കല്ല വരുന്നത്, വേറെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോവുക. അതുകൊണ്ട് എല്ലായിടത്തുനിന്നും നമുക്ക് ലഗേജ് പാക്ക് ചെയ്യേണ്ട ഒരു പണി എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ഫോറസ്റ്റിലേക്കാണല്ലോ പോണത്. ഇതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള വണ്ടി. ഇത് ലാൻഡ് ക്രൂസറൊക്കെ തന്നെയാണെങ്കിലും ഇത് വെറൈറ്റി ലാൻഡ് ക്രൂസർ തന്നെ പറയാം. ഇത് കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ പോകാനും വേണ്ടിയിട്ട് അപ്പുറത്ത് പാലൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ വീഡിയോസ് എടുത്തതാണ് കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്തിലെ ആൾക്കാരൊക്കെ നമ്മൾ ഇവിടെ കാണാത്ത ആൾക്കാരാണല്ലോ, അതുകൊണ്ട് നമ്മളങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ആഫ്രിക്കൻ തെരുവോരങ്ങളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പോണ വഴിയിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വലിയ ടൗണുകൾ അങ്ങനെയൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ. നമുക്കിങ്ങനെ കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അധികം ആൾക്കാരും ഇങ്ങനെ വണ്ടികളൊന്നും യൂസ് ചെയ്യുന്നില്ല. അധികം ഉള്ളതും ടാക്സികൾ, അതുപോലെ നമ്മളിപ്പോൾ യൂസ് ചെയ്ത ഇങ്ങനത്തെ വണ്ടികളുണ്ടല്ലോ, ടൂറിസ്റ്റുകൾ മാത്രം ഉപയോഗിക്കുന്ന അങ്ങനത്തെ ടൈപ്സ് വണ്ടികൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അധികം പേര് നടക്കുക തന്നെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് എവിടെയാണ്, മൂന്നാറാണോ? അല്ല, ഇത് മൂന്നാറൊന്നല്ല, ഇത് ആഫ്രിക്കയാണ്. നമ്മളും പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും മൂന്നാറാണെന്നൊക്കെ. അതൊക്കെ നിങ്ങളുടെ വിചാരം മാത്രമാണ്. അങ്ങനെ എന്തായാലും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരുഷ ടൗണിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോണത്. ഇതാണ് ഇവിടുത്തെ ആരുഷ എയർപോർട്ട്. ഈ എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പോണ വഴി തന്നെ ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും പൊങ്ങണതൊക്കെ കാണാൻ പറ്റും. നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഒരു ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഈ എയർപോർട്ട് തന്നെ കണ്ടത്. കാരണം സൈഡ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിയിട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് നമ്മൾ അപ്പുറത്തെ സൈഡ് നോക്കിയപ്പോഴാണ് ഫ്ലൈറ്റുകൾ ഇങ്ങനെ നിരനിരയായിട്ട് കണ്ടത്. പുറത്തെ കാഴ്ചകൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കാരണം ഈ പച്ചപ്പ് തന്നെ നമ്മുടെ നാട്ടിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുക. നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ആഫ്രിക്ക ആയതുകൊണ്ട് തന്നെ ഇവിടെ വളരെ അധികം പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റി. ഇതുപോലെ തന്നെ വരേണ്ട സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളെ കമ്പ്യൂട്ടറിലൊക്കെ കാണുന്ന വിൻഡോസ് എക്സ്പിയുടെ ഒരു വാൾപേപ്പറൊക്കെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ഈ ഒരു കാഴ്ചകൾ കാണാനേ. പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ മസനഗുഡി വഴി ആഫ്രിക്കയിലേക്കാണ് പോണത്. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. എന്നാൽ പിന്നെ അതും കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് പറയാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും, അധികം വണ്ടികളൊന്നും നമുക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്നില്ല. പിന്നെ സൈഡിൽ കണ്ടില്ല ഇങ്ങനെ ഓരോ കിടങ്ങുകളുണ്ട് കേട്ടോ. ഇത് മഴ പെയ്തിട്ടായതാണോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഉള്ളതാണോ എന്ന് അറിയുന്നില്ല. ഇങ്ങനെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ കിടങ്ങ് പോലെ ഇങ്ങനെ ഓരോ കുഴികളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പോണ വഴിയിൽ ഒരു ആർട്ട് ഗാലറി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് ഒന്ന് ഇറങ്ങിയിട്ടോ. ഒരു മരത്തിൻ്റെ ചോട്ടിലാണ് നമ്മളെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലെ ഫ്ലവേഴ്സ് മൊത്തം താഴെ വീണിട്ടുണ്ട്. പിന്നെ പുറത്തെ കാഴ്ചകൾ രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഹട്ടുകളൊക്കെ ആയിട്ടേ. പിന്നെ അവിടെ ഇറങ്ങിയ പാടെ തന്നെ പാറുമൊക്കെ തുടങ്ങിയില്ലേ. എല്ലാവരും ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും തിരക്ക് തന്നെയായിരുന്നു. ഞാനടക്കട്ടോ. ഞാനും വേഗം അകത്തേക്ക് കയറി ഭയങ്കരമായിട്ട് വീഡിയോസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഓരോ ചെറുതായിട്ടും വലിയ പ്രൊഡക്റ്റായിട്ടും വലിയ വലിയ കരകൗശല വിദ്യകൾ തന്നെ പറയാം കേട്ടോ. നല്ല നമുക്കിങ്ങനെ ക്യൂട്ടായിട്ട് തോന്നും ഓരോന്ന് കാണുമ്പോഴും. പക്ഷേ സാധാരണ നമുക്ക് എടുക്കുന്നതിനെക്കാട്ടിൽ നമ്മൾ വേറെ ഷോപ്സിലൊക്കെ പോയപ്പോഴാണ് ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. എന്നാലും കുറച്ച് പേരൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മെയിനായിട്ട് ടൂറിസ്റ്റുകളെ മാത്രം ഉദ്ദേശിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഇവിടെ ഉള്ളവരൊന്നും ഇതൊന്നും വാങ്ങാനൊന്നും പോകണില്ല. കാരണം ഇവിടെ ഉള്ളവർ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അവരുടെ ഒരു ബിസിനസ് കൂടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. സംഭവം എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്ന് വീട്ടിലൊക്കെ വാങ്ങി വെക്കില്ല. എല്ലാം മരത്തിൻ്റെ സംഭവങ്ങളാണ്, വുഡിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്.
പിന്നെ ഓരോ സ്റ്റോൺസ് മുത്തുകൾ ഇങ്ങനെ വെച്ചിട്ട് ബ്രേസ്ലെറ്റ്സ്, കളേഴ്സ്, പെയിൻറ്റിങ്സ് അതൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം പറയാതിരിക്കാൻ വയ്യാട്ടോ. ഇതെല്ലാം ഹാൻഡ് മെയ്ഡാന്ന് പറയുമ്പോഴേ നമുക്ക് അത്രയും കഷ്ടപ്പാട്, അവരത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് കാണാനും പറ്റും കേട്ടോ. കുറച്ച് കോസ്റ്റ്ലിയിൽ തോന്നും, കാരണം നമ്മളിപ്പോൾ ഇവിടുന്ന് ചെന്നിട്ട് വാങ്ങുമ്പോൾ നമുക്കിതൊക്കെ കോസ്റ്റ്ലിയിൽ തോന്നും. എന്നാലും വാങ്ങുന്നവരുണ്ട് കേട്ടോ, ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പിന്നെ ഈ ആനിമൽസും കാര്യങ്ങളും നമ്മൾ വീട്ടിൽ വെക്കാത്തത് കൊണ്ടൊന്നും നമ്മൾ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പിന്നെ ഏറ്റവും ആകർഷണീയമായി തോന്നിയിട്ടുള്ളത് ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ആനിമൽസിൻ്റെ സ്കിന്നാണ് കേട്ടോ. അങ്ങനെ ഓരോ ആനിമൽസിൻ്റെ സ്കിന്നിങ് ഇതേപോലെ ഇങ്ങനെ ഒറിജിനലായിട്ടുള്ളത് തന്നെ അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുമരിൽ ഇങ്ങനെ വാളിൽ നന്നായിട്ട് വലിയ സൈസിലാണ് അത് തൂക്കിയിട്ടുണ്ടായിരുന്നത്. ഷാമോന് ഇതൊക്കെ കണ്ടപ്പോഴേ ഇതെല്ലാം എടുക്കണമെന്നുണ്ടായിരുന്നു. നല്ല കളർഫുൾ തൻസാനിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, പ്രതിമകൾക്കുള്ളിൽ ഒരു ജീവനുള്ള പ്രതിമയെ ഞാൻ കണ്ടു. പാറുവിനെ ഇവിടുത്തെ പ്രതിമകളൊക്കെ അമ്മാവന്മാരാണ് അമ്മ പറഞ്ഞിട്ടേ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മുത്തുകളെ കണ്ടപ്പോൾ നല്ല രസമായി തോന്നിയിട്ടോ. ഞാനിതിങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല, എന്നാലും വെറുതെ എടുത്തൊക്കെ നോക്കിയിട്ടോ. ഞങ്ങളൊരു മാസ്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഭയങ്കര ഓവർ വർക്ക് ആയതുകൊണ്ട് പിന്നെ അത് അവിടെ തന്നെ വെച്ചു. എന്നെ പണ്ട് ഞാൻ തടിയില്ലാത്ത സമയത്ത് എന്റെ കഴുത്ത് നീണ്ടപ്പോൾ ജിറാഫിനെ നോക്കി കളിയായിക്കൊണ്ട് എനിക്ക് സാധനം ഇഷ്ടമല്ല. സീബ്ര ഓടില്ല എന്നാരും പറയും. എന്തായാലും ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ജോബി ചേട്ടൻ്റെ ഒരു വിവരണം കേൾക്കാം. ശില്പങ്ങൾ ഈബൻ എന്ന മരത്തിൽ നിന്നും ചുവന്ന കളറിലുണ്ടാക്കിയിരിക്കുന്ന ശില്പങ്ങൾ റോസ് വുഡ് എന്ന മരത്തിൽ നിന്നും കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാണ്. 4 മാസം, 2 മാസം, 1.5 ആഴ്ചകൾ, 2 ആഴ്ചകൾ മുതലുള്ള സമയം ഒരു മനുഷ്യൻ കൈകൊണ്ട് ഉണ്ടാക്കിയ ശില്പങ്ങൾ പിന്നീട് അതിൻ്റെ ഫിനിഷിങ് എന്നാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. അങ്ങനെ എന്തായാലും ഉള്ളിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ലൊരു ഗ്രീനറി തന്നെയായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴേ നല്ല സീനിയറി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലായിരുന്നു. ഉള്ളിലത്തിനെക്കാട്ടിൽ തിരക്കായിരുന്നു പുറത്ത് കേട്ടോ. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന തിരക്ക് തന്നെയാണ് കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളിവിടെ ഹട്ടിൽ കയറിയിട്ട്, ഹട്ടല്ല ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് തന്നെ പറയാം, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ലേഡീസ് ഗ്യാങ്ങൊക്കെ കൂടിയിട്ട് ഒരു ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോണ വഴിയിൽ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടത് ഇയാളെയാണ് കേട്ടോ. നമ്മൾ കഴുതയെ കണ്ടാണ് തുടക്കം, ഇനി വരുന്നത് എങ്ങനെയാകുമോ എന്തോ നമുക്ക് കാണാൻ എന്തായാലും. അങ്ങനെ എന്തായാലും നമ്മൾ ഈ സീനറി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. പോണ വഴിയിൽ ഇവരുടെ ഈ വീടുകളൊക്കെ കാണാൻ പറ്റി. ഇങ്ങനെ ഹട്ടുകളാണ് ഇവിടെ. അങ്ങനത്തെ ഈ ഹട്ടുകളല്ലാത്ത വീടുകളൊന്നും നമുക്ക് അധികം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഫോറസ്റ്റ് കണ്ടോ നിങ്ങൾ, ഇതൊരു ഫോറസ്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ. കുന്നുകളും മലകളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഇപ്പോൾ റോഡ് സൈഡിൽ കൂടിയാണ് നമ്മൾ പോണതെങ്കിലും അപ്പോൾ അതിൻ്റെ മുമ്പിലായിട്ടൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ നമുക്ക് ആനിമൽസിനൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രൈബൽ ഗ്രൂപ്പ്സൊക്കെ ആയത് സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു വീട് കണ്ടപ്പോൾ ഇതാണ് ഒരു ഷീറ്റിട്ട വീട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഏറ്റവും അധികം കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഈ ഒരു ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ മക്കളൊക്കെ ഇങ്ങനെ മക്കളും ഇവിടെ അധികം ആൾക്കാരും സീറ്റ് കഴിക്കാൻ സമയമായി പിന്നെ സീറ്റൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്കധികം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഈ ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ മക്കളോ ആയാണെങ്കിലും അവർ തന്നെയാണ് ഈ ഒരു കന്നുകാലികളെ മേയ്ക്കുന്നത്. അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു കേട്ടോ കണ്ടപ്പം. അതാണ് കേട്ടോ പെട്രോൾ സ്റ്റേഷനൊക്കെ ഇവിടുത്തെ.
എന്തായാലും നമ്മളിത് ഇപ്പം ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ചന്ത എന്ന് പറയാം. ഇവർ കുറച്ച് പ്രൊഡക്റ്റ് കൊണ്ടുവരും, അവരവിടെ ഷീറ്റ് വിരിക്കുന്നു, ഷീറ്റല്ല തുണിയോ അങ്ങനെ എന്തോ ആണ്, അവിടെ ഇരുന്നിട്ട് അവർ കച്ചവടം നടത്തുന്നു. നമ്മളിപ്പോൾ ഈ ഫോറസ്റ്റ് ഏരിയക്കാണല്ലോ പോണത്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്തോറും ഇവിടുത്തെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ്. പിന്നെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന ഇവർ തന്നെ ഉണ്ടാക്കുന്ന കുറേ പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഇവർ സെയിൽ ചെയ്യുന്നതും. അതാണ് അവരുടെ ജീവിതമാർഗവും. പിന്നെ ഈ കന്നുകാലികളാണ് കേട്ടോ ഇവിടെ മെയിനായിട്ടുള്ളത്. അത് ഇഷ്ടം പോലെ ഉണ്ട്. അതുള്ളവരാണ് ഇത്ര ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഹൈ ലെവലിൽ ജീവിക്കുന്നവർ എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും നമുക്ക് കാണാൻ പറ്റാത്തൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളാണ് ഇതിനെയൊക്കെ മേയ്ക്കുന്നത്. നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ പോണ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഇവിടുത്തെ മക്കൾ ഇതിനെ മേയിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. സീനറി എന്ന് പറഞ്ഞാൽ ഇത് പച്ചപ്പിൻ്റെ ഒരു കളി തന്നെയായിരുന്നു കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും എവിടെ നോക്കിയാലും മരങ്ങൾ, അതൊരു രക്ഷയുണ്ടായിരുന്നില്ല. പോണ വഴികൾ അത്രയും മനോഹരമായിരുന്നു. പോണ വഴിയിൽ ഇതുപോലെ ഓരോ കിണറുകൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കിണറുകളല്ല, കുളങ്ങൾ. അപ്പം അതാണ് കേട്ടോ അവരുടെ വാട്ടറിൻ്റെ സോഴ്സായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു ട്രൈബൽ വിസിറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കാം. ഈ കാണുന്നതൊക്കെയാണ് ഇവരുടെ ഹൗസ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ചെറിയ എവിടെയെങ്കിലും ഒന്നായിട്ടൊക്കെ ഒരു ഷീറ്റിട്ട വീടുകൾ മാത്രമേ കാണുന്നുള്ളൂ. കോൺക്രീറ്റ് ഇട്ട വീടുകൾ കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, സീബ്ര ക്രോസിംഗ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുറേ സീബ്രകൾ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമ്മൾ കഴുതനെ കണ്ടത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റോഡ് സൈഡിൽ നിന്ന് തന്നെ സീബ്രേനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് സമയം അവരെ കണ്ടിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഓഫ് റോഡ് കയറാൻ പോവുകയാണ്. ഇതാണ് തരങ്കിരി നാഷണൽ പാർക്കിലേക്കുള്ള വഴി കേട്ടോ. അതുവരെ നമ്മൾ മെയിൻ റോഡിലായിരുന്നു. ഇനി കറക്റ്റായിട്ട് ഫോറസ്റ്റിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ തരങ്കിരി നാഷണൽ പാർക്കിലേക്ക് ഓഫ് റോഡ് കുറച്ച് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് കയറിയിട്ടുണ്ട്. പോണ വഴിയിൽ നമ്മളിതാ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മളിത് കാണുമ്പോൾ വിചാരിച്ചിരുന്നു ഫസ്റ്റിൽ ഇതാണ് അവരുടെ വീട്. ശരിക്കും ഇത് തന്നെയാണ് ഇവരുടെ വീട്. ഇവർ താമസിക്കുന്നതും ഈ ഒരു വീട്ടിലാണ് കേട്ടോ. അത് നമ്മൾ ട്രൈബൽ വിസിറ്റ് ചെയ്തപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഇത് മനസ്സിലായത്. കണ്ടില്ലേ, വഴിയരികിൽ ഓരോ മക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവർ നമ്മൾ പോണ സമയത്ത് എന്തെങ്കിലും നമ്മൾ കൊടുക്കുമെന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. നമ്മൾ തിരിച്ചു പോന്നപ്പം കുറച്ച് പേർക്ക് നമുക്കത് അറിയില്ലായിരുന്നു. തിരിച്ചു പോന്നപ്പോഴാണത് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളിതാ പാർക്കിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് തരങ്കിരി നാഷണൽ പാർക്ക്. പാർക്കിലെത്തിയപ്പോൾ പിന്നെ അവിടെ ഫസ്റ്റിൽ നമ്മൾ മക്കളിലേക്ക് പാസ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. വണ്ടിയിൽ സൈഡാക്കിയിട്ട് ഇവിടെ നിന്ന് റീഫ്രഷ്മെൻറ്റിൻ്റെ റൂമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് പോവാന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഫോറസ്റ്റിലേക്കാണല്ലോ പോണത്. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചിൻ്റെ സമയത്ത് മാത്രമാണ് വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്ന് പേടിയാവും കേട്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആനയുടെയും കാട്ടുപോത്തിൻ്റെയൊക്കെ എല്ലുകളാണ്. എന്തായാലും അവിടുന്ന് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഫ്രഷ് ആയതിനു ശേഷം പിന്നെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഇനി നമ്മൾ കാഴ്ചകൾ കാണാൻ പോണത് ഇതിൻ്റെ റൂഫ് ടോപ്പിലൂടെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ റൂഫൊക്കെ അയാൾ തന്നെ നമ്മളെ ഡ്രൈവർ തന്നെ പൊക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ നമ്മളുടെ ഓരോ സീറ്റിലും കയറി നിന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് കാണാം. അപ്പം എല്ലാ വണ്ടിയുടെയും ഇതിങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട് റൂഫ്. പിന്നെ എന്തായാലും നല്ല മക്കളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ്.
അത് മാത്രമല്ല നമ്മൾ ഒരുപാട് ഗ്യാങ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ശരിക്കും ഒരു ഫാമിലി നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് പോണത് അതൊരു എഫക്റ്റ് ഉണ്ടായിരുന്നുണ്ട് ഈ ട്രിപ്പിന്. അത് പറയാതിരിക്കാൻ വയ്യ. മക്കളുടെ പാസ്പോർട്ടൊക്കെ കൊടുത്തു, അതൊക്കെ തിരിച്ചു വാങ്ങിയിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് എല്ലാവരും ഇങ്ങനെ റൂഫ് ടോപ്പ് പൊക്കി വെച്ചപ്പോഴേ എല്ലാവരും ഇങ്ങനെ ഹായ് ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. എല്ലാവരും സെൽഫികളും വീഡിയോസും ഇങ്ങനെ എടുക്കുന്ന ഒരു തിരക്കിന്. കാരണം സാധാരണ നമ്മൾ ആരും അധികം പോവാത്തൊരു സ്ഥലമാണല്ലോ ആഫ്രിക്ക എന്ന് പറയുന്നത്. അങ്ങനെ എന്തായാലും ആഫ്രിക്കൻ ഇതുവരെ തിരുവോരങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ പോണത് ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെയാണ്. ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇംബാലയാണ് കേട്ടോ. ഒരു ഇംബാലയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കണ്ടത് കൂട്ടത്തോടെയുള്ള ഇംബാല കൂട്ടം തന്നെയായിരുന്നു. ഇത് നമ്മൾ ജസ്റ്റ് കയറിയ പാടത്ത് തന്നെ ഒരുപാട് കണ്ടു. 2 സൈഡിലും ഉണ്ടായിരുന്നു കേട്ടോ. ലെഫ്റ്റിലും ഉണ്ടായിരുന്നു, റൈറ്റിലും ഉണ്ടായിരുന്നു. തൊട്ടടുത്തായിരുന്നു ഇതുണ്ടായിരുന്നത്. അവർക്ക് പിന്നെ ഇങ്ങനെ വണ്ടികൾ വന്നിട്ട് പരിചയമായതുകൊണ്ട് തന്നെ ബേക്കിലായിട്ട് എന്തോ ഒന്ന് കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കഴുതകളാണ് കേട്ടോ. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ടില്ലേ, അതിൻ്റെ ബാക്കിയാണ് ഇവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഇതാണ് ഒരു ഫോറസ്റ്റ്, ഇവിടെയാണ് ഇപ്പോൾ ആനിമൽസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് എന്ന് തോന്നും. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് തന്നെയാണ് ഫോറസ്റ്റ് ഇവിടുത്തെ. അങ്ങനെ ഇതാ ഇങ്ങനെ പോന്നപ്പോഴാണ് ആനക്കൂട്ടം കണ്ടത് മക്കളെ. ആനക്കൂട്ടം, അതും ആഫ്രിക്കൻ ആന. തലങ്ങും വിലങ്ങും ആന തന്നെ പറയാട്ടോ. ഒരുപാട് ആനകളുണ്ടായിരുന്നു. നമ്മളുടെ വണ്ടിയുടെ ക്രോസ് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആനക്കൂട്ടം കണ്ടപ്പോൾ പിന്നെ എല്ലാവരും ആനക്കൂട്ടത്തിൻ്റെ പുറകിലായിരുന്നു. ഒരുപാട് ഇപ്പോൾ ഇവിടെ അങ്ങനെയാണ് കേട്ടോ. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വണ്ടികളും അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ മാത്രമല്ല, നമ്മൾ 8 വണ്ടികളുണ്ട്. അതിന് പുറമെ വേറെ എല്ലാ വണ്ടികളും ഉണ്ടാവുമല്ലോ, വേറെ ടൂറിസ്റ്റുകളും വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ മുന്നിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ബാക്കിലായതുകൊണ്ടാണ് മുന്നിലത്തെ ക്രോസിങ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടില്ലേ, വണ്ടികൾ അവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പിലൂടെയാണ് അവർ പോണത്. പക്ഷെ നമ്മൾ ഉപദ്രവിക്കുമൊന്നുമില്ല കേട്ടോ എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷെ നമ്മുടെ കൂടെ ഒരു ആന ഓടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണിക്കാട്ടോ. ഇത് നമ്മളുടെ മാനാണ് കേട്ടോ. മാനുകൾ പിന്നെ മാനും ഇമ്പാലയും അതൊരു രക്ഷയുണ്ടായിരുന്നില്ല, ഒരുപാടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോണ സമയത്താണ് അവിടെ 2 ലയൺസ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ എണീറ്റ് പോണത് വരെ നമ്മൾ അവിടെ തന്നെയായിരുന്നു കേട്ടോ. അവർ ഫുഡ് കഴിച്ചിട്ടുള്ള വിശ്രമത്തിലാണെന്ന് തോന്നുന്നത്. പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. ലയണ് പിന്നെ കുറച്ച് ദൂരത്തുമാണ്. പിന്നെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തർ ചിലർക്ക് കിട്ടി, ചിലർക്ക് കിട്ടിയില്ല, അങ്ങനെയായിരുന്നു കേട്ടോ.
അങ്ങനെ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ലൈന കണ്ടതിന് ശേഷം പിന്നെയും പോവുകയാണ്. ഇങ്ങനെ ഈ ഒരു മരം കണ്ടോ, ഇത് 5000 വർഷം വരെ പഴക്കമുള്ളൊരു മരമാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പോന്നപ്പോഴാണ് വലിയ 2 കഴുകന്മാരെ കണ്ടത് കേട്ടോ. ആദ്യമാണ് കേട്ടോ കാണിച്ചിരുന്നത്. ആ മരത്തിന് മുകളിൽ എന്തോ ഇരിക്കുന്നുണ്ട് പറഞ്ഞ് നോക്കിയപ്പോഴാണ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു. വീഡിയോസിൽ അതത്രയും കാണുന്നില്ല എന്നുള്ളൂ, പക്ഷെ നേരിട്ട് കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ വീഡിയോയിൽ ഇത്രയും ആനിമൽസിനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കി എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആനിമൽസിനെ കണ്ടതും കേട്ടതും ഒക്കെയുള്ള ഒരുപാട് നല്ല രസകരമായ നിമിഷങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.